ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. മക്കളെ, നിങ്ങൾക്ക് സൈലത്തിന്റെ ഒരു ഹിന്ദിയുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് അറിയാമോ? പാൽത്തു ജാൻവർ ഓർ ജംഗ്ലി ജാൻവർ. എന്തൊക്കെയാ മിസ് പറയുന്നതെന്നാണോ? പാൽത്തു ജാൻവർ എന്ന് കേട്ടിട്ടുണ്ടോ? കുറെ പേര് സിനിമ കണ്ട പരിചയം ഉണ്ടാവും അല്ലെ? പാൽത്തു ജാൻവർ, അതെ, ആ വേർഡ് പാൽത്തു ജാൻവർ എന്ന വേർഡ് എന്താണ്? ഹിന്ദി വേർഡാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? പാൽത്തു ജാൻവർ എന്ന സിനിമ നിങ്ങൾ കുറെ പേരൊക്കെ കണ്ടതായിരിക്കും. അതിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കുറെ മൃഗങ്ങളെ കുറിച്ചാണ് അല്ലെ? അപ്പോ നമ്മുടെ വളർത്തു മൃഗങ്ങൾ, നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന പശു, ആട്, എരുമ അല്ലെ, പിന്നെ എന്താണ്, മുയല്, കോഴി, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പാൽത്തു ജാൻവർ. നോക്കൂ, ഡൊമസ്റ്റിക് ആനിമൽ ആണല്ലേ. ഇനിയോ വൈൽഡ് ആനിമൽസിന് നമ്മൾ എന്താ പറയാ ഹിന്ദിയില്? ജംഗ്ലി ജാൻവർ. അപ്പൊ ജംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? കാടാണ്. അപ്പൊ ജംഗ്ലി ജാൻവർ. അപ്പൊ വൈൽഡ് ആനിമൽസിന് നമ്മൾ എന്താ പറയുന്നത്? ജംഗ്ലി ജാൻവർ അല്ലെ. ഇപ്പൊ ഡൊമസ്റ്റിക്കോ? അപ്പൊ പാൽത്തു ജാൻവർ. അപ്പൊ ഈ വേർഡ് മറക്കരുത്. നോക്കൂ, നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കൂ. പാൽത്തു ജാൻവർ എന്ന് പറയുമ്പോ എന്തൊക്കെയുണ്ട് അതില്? പശു ഉണ്ട്, നായുണ്ട്, കോഴിയുണ്ട് അല്ലെ, ആടുണ്ട്, പിന്നെയോ പൂച്ചയുണ്ട്. ഇപ്പൊ എത്ര പേരുടെ വീട്ടിലാണ്? നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്കൊക്കെ അല്ലേ വീട്ടിലില്ലേ? ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഇങ്ങനെ നമ്മള് വളർത്തുന്നതും അല്ലെ, വീട്ടിൽ വളർത്തുന്നതിനൊക്കെ നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയുന്നു? പാൽത്തു ജാൻവർ എന്ന് പറയുന്നു. എന്നാൽ നമ്മളെ ആക്രമിക്കുന്ന അപകടകാരിയായിട്ടുള്ള കാട്ടിലുള്ള മൃഗങ്ങളെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്? ജംഗ്ലി ജാൻവർ. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഇവയുടെ ഹിന്ദിയിലുള്ള പേരുകളൊക്കെ നമ്മൾ പഠിക്കണം. എന്തൊക്കെയാണ് ഇവയുടെ നാമങ്ങൾ നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് പാൽത്തു ജാൻവർ. പാൽത്തു ജാൻവറിൽ ഇവിടെ നോക്കൂ, ആരാണ്? ഡോഗ് ആണ് അല്ലെ. ക്യാ കേത്തെ ഹേ? കുത്ത. എന്താണ് നായക്ക് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത്? കുത്ത. അടുത്തത് കാറ്റാണ്, ബില്ലി. ഇനി വരുന്നത് കൗ. കൗവിന് എന്ത് പറയും? ഗായ് അല്ലെ. ഗായ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൗ ആണ്. അടുത്ത് നോക്കൂ, ചിക്കൻ, മുർഗി കേത്തെ ഹേ ഹിന്ദി മേ. ഹിന്ദിയിൽ എന്താ പറയുന്നത്? മുർഗി. മുർഗി എന്ന് പറഞ്ഞാൽ കോഴിയാണ് കേട്ടോ. അടുത്തത് ഗോട്ട്. ഗോട്ടിന് എന്ത് പറയും? ബക്കരി. എന്താണ്? ബക്കരി. ഇനി അടുത്ത് നോക്കൂ, റാബിറ്റ്. റാബിറ്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, എനിക്കറിയാം. എന്താണ്? ഖർഗോഷ് എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുന്ന റാബിറ്റിനെ? ഖർഗോഷ്. ഇനി നമ്മൾ അടുത്തത്, ഇപ്പൊ നമ്മൾ പാൽത്തു ജാൻവർ എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ ജംഗ്ലി ജാൻവർ. ജംഗ്ലി ജാൻവറിന്റെ പേരുകളാണ്. നോക്കൂ, ലോംഡി. ലോംഡി എന്ന് പറഞ്ഞാൽ ആരാ? കുറുക്കൻ, ഫോക്സ്. അടുത്തത് നോക്കൂ, ഹിരൺ. ഹിരൺ ആരാണ്? മാൻ. ഇനി അടുത്ത് നോക്കൂ, ബാലു അല്ലെ. ബിയർക്കോ ക്യാ കേത്തെ ഹേ? ബാലു കേത്തെ ഹേ. കരടിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? ബാലു. അപ്പൊ നമുക്ക് ഒരുപാട് പേരുകൾ അറിയാം അല്ലെ, ബാലു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്തു വെക്കുക. ഇപ്പൊ തന്നെ ഓർക്കുക, ഇന്ന ആളുടെ പേരല്ലേ ബാലു. ബാലു എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എന്താണ്? കരടി എന്നാണ് അർത്ഥം. ഇനി ഷേർ. ഷേർ എന്ന് പറഞ്ഞാൽ ലയൺ ആണ്. ഇനി അടുത്തത് ഹാത്തി. പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, ഹാത്തി മേരെ സാത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഹാത്തി ആനയാണ്. എലിഫന്റിന് നമ്മള് ഹാത്തി എന്നാണ് പറയുന്നത്. അടുത്തത് ക്രൊക്കോഡൈൽ. ക്രൊക്കോഡൈൽ നമ്മൾ എന്ത് പറയും? മഗർമച്ച്. മഗർമച്ച് എന്ന് പറഞ്ഞാൽ ആരാ? മുതലയാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ കുറേ വാക്കുകളൊക്കെ ഇപ്പൊ കേട്ടില്ലേ? ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അല്ലെ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഇനിയോ പാൽത്തു ജാൻവറോ പെർ ഗോള ലഗായി. ഇവിടെ മിസ് കുറേ വാക്കുകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ വളർത്തു മൃഗങ്ങളുടെ പേരുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിങ്ങനെ റൗണ്ട് ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് ചെയ്തു നോക്കാം. ജിറാഫ് പാൽത്തു ജാൻവർ ആണോ? അല്ല. പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വളർത്തു മൃഗമാണ്. ബില്ലി, യെസ്, ബില്ലി പൂച്ചയാണ്. കുത്ത, കുത്തയും പാൽത്തു ജാൻവർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? റൗണ്ട് ചെയ്തു. ഇനി അടുത്തത് ഗായ്. ഗായ് പശു അല്ലേ? ഓർമ്മയില്ലേ മക്കളെ? പശു അല്ലേ? അടുത്തത് ഹാത്തി. ലോംഡി. ലോംഡി ആരാ? കുറുക്കനാണ്. ഹിരൺ മാനാണ്. ബക്കരി. ബക്കരി പാൽത്തു ജാൻവർ ആണ്. എന്താണ്? ആട് അല്ലെ. ഷേർ. ഷേർ സിംഹമാണ്. ഖർഗോഷ്. ഖർഗോഷ് എന്താണ്? മുയൽ.
മുയൽ നമ്മൾ വീട്ടിൽ വളർത്തില്ലേ? ആ, വളർത്തും. ബാലു, ബാലു ആരാണ്? ആരാണ്? കരടി. അപ്പൊ ബാലു എന്തല്ല? നമ്മുടെ പാൽത്തു ജാൻവർ അല്ല, ബന്ദർ. ബന്ദർ ആരാന്നറിയാമോ? കുരങ്ങൻ അല്ലെ? ബന്ദർ എന്തല്ല? പാൽത്തു ജാൻവർ അല്ല. അപ്പൊ നമ്മൾ ഇവിടെ റൗണ്ട് ചെയ്യാത്തവരൊക്കെ ആരൊക്കെയാ? ഇവിടെ നമ്മൾ ഈ ഗോളം കൊടുക്കാത്ത പേരുകള് ഇതൊക്കെ എന്താണ്? ജംഗലി ജാൻവർ ആണ്. അപ്പൊ ഇത് രണ്ടും ഇപ്പൊ നിങ്ങൾ എന്താന്ന് മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഈ വാക്കുകളൊക്കെ പഠിച്ചു വെക്കണം. ജംഗലി ജാൻവർ എന്താണ്, പാൽത്തു ജാൻവർ എന്താന്ന് മനസ്സിലാക്കിയില്ലേ? ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇപ്പൊ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രണ്ട്സ് കൂടി ഇതൊക്കെ പഠിക്കട്ടെ. അപ്പൊ വേഗം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. ബൈ.